അച്ഛന്റെ വക പല പരിപാടികള്. എന്താണെന്നറിയാമോ? ഇതേത് കഥാപാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചന്ദ്രകാശം വിളക്കി നിൽക്കുന്ന രാവണൻ. അച്ഛൻ വരുന്നു. അച്ഛൻ മുത്തച്ഛന്റെ പരിപാടി ബാലേ. ലങ്കാലക്ഷ്മി, ഞങ്ങളുടെ സീതയെ നിങ്ങൾ തിരിച്ചു തരുന്നുണ്ടോ? ഈ ലങ്കയിൽ കടന്നു കയറുവാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? ഓ മൈ ഗോഡ്. എന്റെ കയ്യിലുള്ളത് എന്താന്ന് ഗസ് ചെയ്യാൻ വേട്ടാ? എന്തായിരിക്കും ചേട്ടനല്ലേ ഓർഡർ ചെയ്തത്? ചേട്ടൻ അറിഞ്ഞോടെ എന്താന്ന് അങ്ങനെ പറയുന്നത് നമ്മൾ സർപ്രൈസ് ആയിട്ട്. നമ്മുടെ ആ ഗേളിന്റെ ഗുഗ്മിക്ക് ഒരു സർപ്രൈസ് ആയിട്ടില്ല നമ്മളത്. അതെ അതെ, ഇത് കുഞ്ഞിന് മാത്രമുള്ള സർപ്രൈസ് ആണ്, ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുഞ്ഞുവിൻ്റെ March 1, 2024 അവളുണ്ടായത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ കേക്ക് കട്ടിങ് സെറിമണിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ഗേളിനെ കേക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ലെറ്റ്സ് സീ ഹർ റിയാക്ഷൻ. ഓക്കെ, ഞാൻ എടുക്കട്ടെ? അറേഞ്ച് ചെയ്തു. നിലവിളക്ക് വേണോ? നിലവിളക്കിന്റെ ആവശ്യമില്ലല്ലോ. നിലവിളക്ക് വേണ്ട. ക്യൂട്ടി പയ്യാണ്. ഈ വീട്ടിലെ നിലവിളക്ക് ഞാനല്ലേ, ഞാൻ ഇവിടെ തെളിഞ്ഞിരിക്കുമല്ലേ. അതൊന്ന് അടുക്ക് നിൽക്കുന്നല്ലേ. ഓക്കെ, കുഞ്ഞുവിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് പൊളിക്കാം അല്ലേ? അതായിരിക്കും നല്ലത്. വീട്ടുകാർ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 4 പേര് മാത്രം, 5 പേര് മാത്രമേ ഉള്ളൂ. എന്നാ വിളിച്ചു നോക്കാം. നമുക്ക് പുതിയ അതിഥികളെ ഓൺലൈനിൽ കിട്ടുമെന്ന് നോക്കുവാണ്. എല്ലാം ഓൺലൈൻ ആണോ? അതെ അതെ, ഓൺലൈൻ അതിഥികളാണ് നമുക്ക്. ഹലോ, നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ കുട്ടുമണിയുടെ പിറന്നാളല്ല കേട്ടോ, ഇന്ന് ബർത്ത്ഡേ ആണ്. പിറന്നാൾ നമ്മൾ കുറച്ച് മുമ്പ് ആഘോഷിച്ചിരുന്നു, വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. March 1, 2024 ഈ കുട്ടുമണി ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പം നമ്മളിന്ന് March 1, 2025 നമ്മൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ആ ബർത്ത്ഡേ കേക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുമിഷ്, ഇഷ്ടപ്പെട്ടോ? കേക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല കേക്കാണോ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ് ടേസ്റ്റി കേക്ക്. ഓക്കെ. ഓടാ കണ്ണ എന്റെ ചക്കരേ, എന്റെ കോവി എന്തിടാ? ഗോവിന്ദന്തി മോനെ? ഉണ്ട്, 2 പേരുണ്ട്. അവരെ കാണിക്കാനകത്ത് ഓൺലൈൻ അതിഥികൾ. കേക്കൊന്ന് കാണിച്ചവരെ. അതെ അതെ, കേക്ക് തുറന്നില്ല, തുറക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ എടുത്തടി, എന്റെ ഫോൺ എടുത്തടി. കാണാൻ പറ്റുന്നുണ്ടോ ഗോപി? തുറക്കുന്നേ. അപ്പൊ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. എന്തോ അതെ, അവള് കാണിക്കണോ? അവളെ കാണിക്കട്ടെ. അവളും കാണിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ അവളെല്ലാം വലിച്ചു വാരി കളയും കേട്ടോ. ഓടി വാ. അവര് ഫ്രണ്ടിലേക്ക് എത്തുവാണെ കാണാം അല്ലേ? ഓക്കെ. അവർക്ക് ഒച്ച വെക്ക്. അതെ, ഞങ്ങളുടെ ചേച്ചി ചേട്ടനും വന്നിട്ടുണ്ട്. അത് അവൻ തിന്നാദ്യം. ഹാപ്പി ബർത്ത്ഡേ ടു യു.
birthday to you. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. ചെറുതായിട്ട് എടുത്താൽ മതി. ഗുഗുമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു. പക്ഷെ നമ്മള് മുഴുവൻ കൊടുക്കുന്നതല്ല, കുട്ടിയായതാണ് കുഞ്ഞിതായിട്ട് കുറച്ച് കീ മാറ്റിനെ കൊടുക്കുന്നുള്ളൂ. മുത്തച്ഛൻ കൊടുക്കാം. അച്ഛൻ കൊടുത്തില്ലല്ലോ. അച്ഛൻ കൊടുത്തില്ല. ഇനി മുത്തശ്ശനും മുത്തശ്ശിയമ്മയും കൊടുക്കുന്നതാണ് ഒരു കേക്ക് കഷ്ണം. അതെ അതെ മുത്തശ്ശൻ നല്ല മധുരം അവള് തിന്നും. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധന. ആസ്ഥാം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലം ദധാ നൈരുത്യം അനുശോഷണം മലമയീശയാജ സാമ്പൽസരീ യഗസ്യാഭിനഭാരഭരണക്ലേശസ്യേസ്യാക്ഷമ ധാതും നിഷ്കൃതിമുന്നതോവി തനയത്തസേ ജനന്യൈ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. അവർക്ക് കേക്ക് കുറച്ച് കാണും. പാവം കുട്ടികൾ, പാവം. നമുക്ക് വരുമ്പം മേടിച്ചു കൊടുക്കാം. അതെ, ഇവക്ക് കൊടുത്തില്ലല്ലോ നീ. അടുത്തായിട്ട് ഭാര്യക്ക് ഭർത്താവിന്റെ കേക്ക്. അതെ 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 അതെ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ എവിടെയായിരുന്നോ. താങ്ക് യു. തരാനില്ലാത്തോണ്ട് ഞാൻ തരുന്നതാണ്. ഇനി മുച്ചനും മുച്ചമ്മയ്ക്കും കുക്കന്റെ Oh my God. പനി പിടിച്ചോ? തണുപ്പാണോടാ? ചേട്ടാ വരണ്ടതാ. ചില്ല് പാത്രം മതിയോ? ഇത് മതിയോ? ഗുമ്മി ഗുമ്മി ഗുമ്മി. Oh my God. നീ എവിടെ ഇരിക്കുന്നേ? എന്നാ നീ ആവക്കുന്നേ? നീ എന്നാ ആവക്കുന്നേ? ഗുമിഷ് എവിടെയാ ഗുമിഷിക്കുന്നേ? അവന്റെ ഗുമി എവിടെയാ? Oh my God. ബർത്ത്ഡേ ഉമ്മ, ബർത്ത്ഡേ ഉമ്മ. തിരിവാണ് ഗൈസ്. പെരുന്നാളായിട്ട് അച്ഛന്റെ വക കലാപരിപാടികളൊന്നും ഇല്ലേ? പെരുന്നാളായിട്ട് അച്ഛൻ എന്ത് കലാപരിപാടി നടത്തേണ്ടത്? അച്ഛൻ എന്ത് കലാപരിപാടിയാണ് കാണിക്കാനുള്ളത്? അച്ഛൻ എന്തെല്ലാം കലാപരിപാടി അറിയാമെന്നറിയാവോ? അച്ഛന്റെ വക ബാല നീ കേട്ടിട്ടുണ്ടോ? അച്ഛന്റെ വക ബാല ഇതാ കണ്ടോളൂ. അതെ, അച്ഛന്റെ വക പല പരിപാടികള് എന്താണെന്നറിയാമോ? ഇതേത് കഥാപാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചന്ദ്രകാശം വിളക്കിരിക്കുന്ന രാവണൻ. ലങ്കാലക്ഷ്മി, ഞങ്ങളുടെ സീതയെ നിങ്ങൾ തിരിച്ചു തരുന്നുണ്ടോ? ഈ ലങ്കയിൽ കടന്നു കയറുവാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? ഞാൻ എന്റെ ചന്ദ്രകാശം പ്രയോഗിക്കണോ? പ്രാക്ടീസ് കിട്ടാത്തോണ്ട് എനിക്ക് ഡയലോഗ് നിനക്ക് പ്രാക്ടീസ് ഇല്ലല്ലേ? ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വിജൃംഭിച്ച് നിൽക്കുന്ന ഗുഗുമണിയെ ഞാൻ നടക്കുന്നത് എന്താണ്?
കഴിഞ്ഞിരിക്കുകയാണ് പരിപാടി. അങ്ങനെ ചിരിക്കില്ലേട്ടാ, പേടിയാണ്. കഴിഞ്ഞിരിക്കുകയാണ് ചെറുക്കൻ കൂട്ടുകാരുടെ പരിപാടിയല്ല, അച്ഛൻ കൂട്ടുകാരുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഗുഗുമ ഓ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇതിന്റെ സെക്കൻഡ് ഇല്ല അച്ഛന്റെ ബാല ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ സെക്കൻഡ് പാർട്ടുള്ള സെക്കൻഡ് ബർത്ത്ഡേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അച്ഛനാ വരുന്നു, അച്ഛൻ മുത്തച്ഛന്റെ പരിപാടി ബാലേ. കർഷകൻ കർഷകൻ കളറിപ്പായിട്ടാണോ കർഷകനാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് പറയുന്നില്ലേ? അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഒരു സൈൻ ഓഫ് വരാനുള്ള അവസരം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വോയിസ് ഓവർ കേട്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. നല്ല അടിപൊളിയൊരു ദിവസമായിരുന്നു അല്ലേ ഗുമ്മി? യെസ്, അവൾക്ക് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ല കലാപരിപാടികളാണ് അവൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈ എല്ലാവർക്കും, ബൈ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.